My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മീഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 344 എപ്പിസോഡിൽ ബാക്ടീഷ്യ എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ വിചിത്രമായ ചില ലക്ഷണങ്ങൾ, പർട്ടിക്കുലർ ലക്ഷണങ്ങളാണ് പറയുന്നത് എങ്കിലും വളരെ വിചിത്രമായ, മറ്റ് അനവധി ഔഷധങ്ങളിലൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത ചില ലക്ഷണങ്ങൾ എൻ്റെ ഇവിടെ പറയുന്നുണ്ട്. അത് രോഗിയുടെ മാനസിക ലക്ഷണത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു വിപുലീകൃത രൂപം ആണ് എന്നതാണ് വാസ്തവം. അപ്പോൾ ആ ഒരർത്ഥത്തിൽ അത് അയാളുടെ ജനറൽ കണ്ടീഷൻ കൂടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ കെൻ്റ് പലപ്പോഴും ചെയ്യുന്നത് പോലെ ഇവിടെയും ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രത്തിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങൾ പ്രായോഗികമായിട്ട് വളരെയധികം ആവശ്യം വരുന്ന, നിങ്ങൾക്കൊക്കെ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, ഞാനിത് ആദ്യമായിട്ട് വായിച്ചപ്പോൾ വളരെയധികം അത്യാനന്ദം അനുഭവിച്ച, ആവർത്തിച്ച് വായിച്ച ചില ഭാഗങ്ങളും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് എന്താണ് കെൻ്റ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. All of the discharges are putrid. The odor is cadaverous, pungent, penetrating. അപ്പോൾ ബാക്ടീഷ്യ രോഗിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം നമ്മൾ ആഴ്സനിക്കൊക്കെ കണ്ട പോലെ ഒരു കഡാവറിക് ഓർഡർ, അതിൻ്റെ ഒരു പരമകാഷ്ഠം എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ചീഞ്ഞളിഞ്ഞ ഗന്ധം, നാറ്റം, മാംസം ചീഞ്ഞ ഗന്ധം, എന്തെങ്കിലും ജൈവ പദാർത്ഥങ്ങൾ ഡീകമ്പോസ് ചെയ്ത് ഉണ്ടാകുന്ന ആ ഒരു ഗന്ധം, അതൊക്കെയാണ് എല്ലാ വാക്കുകളും ഉണ്ട്. പ്യൂട്ടിഡ്, കഡാവറസ്, പഞ്ചൻറ്റ്, പെനിട്രേറ്റിംഗ്. മൂക്കിലേക്ക് നാറ്റം, മൂക്കിലേക്ക് തുളച്ചു കയറിയെന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ നാറ്റം. ഹിസ് പെർസ്പിറേഷൻ ഇഫ് ഹി ഹാസ് എനി, അയാൾക്ക് വിയർപ്പുണ്ടെങ്കിൽ, ഈ സോർ, ഒരു വിനാഗിരിയുടെയൊക്കെ ഗന്ധം പോലെ. ഫെറ്റിഡ്, പഞ്ചൻറ്റ് ആൻഡ് പെനിട്രേറ്റിംഗ്. അപ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്നാണ് ആ ഗന്ധം വരുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്നൊരു ഗന്ധം വരിക എന്ന് വെച്ചാൽ അയാളുടെ ശാരീരിക സ്രവങ്ങളാകാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വായിലൂടെ മലദ്വാരത്തിലേക്ക് വരുന്ന വാതകങ്ങളാകാം. അപ്പോൾ ആന്തരികമായ ഒരു വിനാശത്തിൻ്റെ ഒരു ഭാവം, അങ്ങനത്തെ ചില ഘടകങ്ങൾ ഇയാളിലുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇഫ് ഹി ഹാസ് നോ സ്വെറ്റ്, ഇനി അയാൾക്ക് വിയർപ്പില്ല എന്ന് കരുതുക. ദ ബോഡി ഗീവ്സ് ഓഫ് ആൻ ഓർഡർ ദാറ്റ് ഈസ് അൺഅക്കൗണ്ടബിൾ. വിയർപ്പില്ല, വിയർപ്പിൻ്റെ നാറ്റമൊന്നും പറയാനില്ല. പിന്നെ അങ്ങനത്തെ അവസ്ഥയിലും ഒരുതരം ഗന്ധം വരുന്നുണ്ട്, ഒരു നാറ്റം വരുന്നുണ്ട്. അത് അൺഅക്കൗണ്ടബിൾ. അത് ഏത് തരത്തിലാണ്, എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലെന്നൊക്കെ എൻ്റെ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഒരു ബാക്ടീഷ്യ പേഷ്യൻ്റ് വമിപ്പിക്കുന്ന ദുർഗന്ധത്തിൻ്റെ, നാറ്റത്തിൻ്റെ ആ ഒരു സ്വഭാവം. The odor is so penetrating that on going into the front door, the whole house, if the room is open, is filled with odor. ആ വീടിൻ്റെ പൂമുഖത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ രോഗിയുടെ മുറി തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ആ ഗന്ധം, ആ നാറ്റം, ദുർഗന്ധം നമുക്ക് കിട്ടും എന്നാണ് നമുക്ക് എന്ത് പറയുന്നത്. The odor from the stool is putrid and so penetrating that it can be detected on first going into the house. വീട്ടിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ അയാളുടെ മലത്തിൻ്റെ മണം, നാറ്റം അത് കിട്ടും. ടോയ്ലറ്റിൽ നിന്നായാലും ഇവിടെ നിന്നാണെങ്കിലും. ഒരു ആഴ്സനിക് പേഷ്യൻറ്റിൻ്റെ വിസർജനത്തിൻ്റെ ആ ഒരു കാഡേവറിക് ഓർഡർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് സഹിക്കാം, ആ ചുറ്റുപാട് നിൽക്കാം. പക്ഷെ ഒരു ബാക്ടീഷ്യ പേഷ്യൻറ്റിൻ്റെ നാറ്റം സഹിക്കാൻ പറ്റില്ല. ബാക്ടീഷ്യ പേഷ്യൻറ്റിൻ്റെ ഒരു ചികിത്സിച്ച ഒരു അനുഭവം ബാബുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ളൊരു ജോലിക്കാരൻ്റെ അമ്മ, അവർ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല. അന്ന് കുടിലാണ്, ഇവിടെ രാജസ്ഥാനിലെവിടെയോ ഒരു ഉൾഗ്രാമത്തിലൊരു കുടിലാണ്. ആ പ്രദേശത്തുകാർ ചെന്നപ്പോൾ തന്നെ, സാബ് ഇവിടുത്തെ നാറ്റം ഒന്നെങ്കിലും മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചെന്നാണ് പറയുന്നത്. അങ്ങനത്തെ Now a strange thing that runs through the remedy is a peculiar kind of mental confusion. സവിശേഷമായ ഒരു ആശയക്കുഴപ്പം, മാനസികമായ ഒരു ആശയക്കുഴപ്പം. അത് നേരത്തെ പറഞ്ഞ അയാൾ ജനറൽ കണ്ടീഷനിൽ തന്നെ അത് വരുന്നുണ്ട്. ആ ആശയക്കുഴപ്പം, ആ ഒരു മനസ്സിൻ്റെ ആശയക്കുഴപ്പമുള്ള മനസ്സിൻ്റെ ഒരവസ്ഥ കൂടി ചേർന്ന് വന്നാൽ
ഇത് ബാപ്റ്റീഷ്യ ആയിരിക്കും എന്നൊക്കെ കെന്റ് പറയുന്നുണ്ട്. ഇൻ വിച്ച് ഹീസ് ഇൻ എ കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് വിത്ത് ഹിസ് പാർട്സ്. അയാളുടെ ശാരീരിക അവയവങ്ങളുമായി അയാൾ സുസ്ഥിരമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാള് അയാളുടെ അവയവങ്ങളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഓരോ അവയവത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റി കൈവന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാനും എൻ്റെ അവയവവും രണ്ട് വ്യക്തികളാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇതിൽ നിന്നും വേർപെട്ടു, ഒരാളുടെ സ്വത്വത്തിൽ നിന്നും ഒരു അവയവം വേർപെട്ടു എന്നൊരവസ്ഥ. എന്നിട്ട് സുസ്ഥിരമായ ഒരു കോൺഫ്രണ്ടേഷൻ, ഒരു ആർഗ്യുമെന്റ്, ഒരു മനുഷ്യൻ, ആ രോഗിയും അയാളുടെ ഒരു അവയവവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര വിചിത്രമാണ് ഒരവസ്ഥ. ഹി സീംസ് ടു ഫീൽ ദാറ്റ് ദർ ആർ ടു ഓഫ് ഹിം. ഞങ്ങൾ രണ്ടുപേരുണ്ട്, രണ്ടാളുണ്ട്. ഇതൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ നേരത്തെ ചില ലക്ഷണങ്ങൾ കണ്ട് ദിവ്യത്വത്തിന് ലക്ഷണങ്ങളുമായിട്ട് കാണും. ഞങ്ങൾ രണ്ടാളുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട്? ഇപ്പോൾ ഒരു ബാധ പഠിപ്പിക്കുന്ന ആള്, അത് ഏത് മതത്തിലാകാം, പൂജാരിയാകാം, ക്രിസ്ത്യൻ പുരോഹിതനാകാം, ഇസ്ലാമിക പുരോഹിതനാകാം. എന്ന് ചോദിക്കും, നിങ്ങൾ എത്ര ആളുണ്ട്? ഞങ്ങൾ രണ്ടാളുണ്ട്. അപ്പോൾ ഒന്ന് ആരെയോ ബാധ കൂടിയതായിരിക്കും. പക്ഷെ വാസ്തവത്തിൽ ആ ഹോമിയോപ്പതി സംസ്കൃത സിംറ്റമാണത്, നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഹി റിയലൈസ് ദ ഡ്യൂവൽ എക്സിസ്റ്റൻസ്, ഒരു ഇരട്ട അസ്തിത്വം. വെനോർ ഹീസ് അറോസ്ഡ്. അതെപ്പോഴാണത്? ഒരാൾ മയങ്ങി കിടക്കുകയാണ്, രോഗാവസ്ഥയിൽ ഈ പറയുന്ന വളരെ റാപ്പിഡായിട്ട് ഒരു അവസ്ഥ, വളരെ വേഗം വരുന്നൊരു പനി. അയാൾ കിടന്നുപോയി, അയാൾ ബോധമില്ലാതെ കിടക്കുകയാണ്. അയാളുടെ ലക്ഷണങ്ങൾ അറിയാൻ വേണ്ടി അയാൾ ഉണർത്തുമ്പോൾ അയാൾ പറയുന്നതാണ്, ഞങ്ങൾ രണ്ടാളുണ്ട്, ഒരവയവം വേറെയാണ്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അയാൾ കൺഫ്യൂസ്ഡ് കണ്ടീഷനിലാണ്. ഹി വിൽ ബിഗിൻ ടോക്കിംഗ് അബൌട്ട് ദ അതർ വൺ ഇൻ ബെഡ് വിത്ത് ഹിം. കിടക്കയിൽ അത് മാറിക്കിടക്കുകയാണ്. ഇപ്പോൾ ബാബുചേട്ടൻ പറയുന്ന ആ കേസിൽ ആ ഒരു സ്ത്രീ, അമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ത്രീക്ക് എന്നൊരു 45 വയസ്സുള്ളൂ, 50 വയസ്സേ ഉള്ളൂ. അവരുടെ ഒരു കാല് അത് വേറെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബാധ കൂടി എന്നൊക്കെ പറഞ്ഞ് ഈ മകനെ കമ്പി അഴിച്ചോ മറ്റോ വരുത്തിച്ച് കാര്യം പറഞ്ഞപ്പോൾ തിരിച്ചു പോയിട്ട് ബാബുചേട്ടനെ വിളിച്ച് കൊണ്ടുവന്നാണ് ഈ അവസ്ഥ. അപ്പോൾ ഈ സ്ത്രീ അവരുടെ കാല് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കാലിലെന്തോ ബാധ കൂടിയെന്നാണ് ആ നാട്ടുകാർ പോലും പറയുന്നത്, നാറ്റവും. അപ്പോൾ നാറ്റം വന്നത് എന്തുകൊണ്ടാണ്? അതൊരു ദുരാത്മാവാണ്, ദുരാത്മാവിൻ്റെ നാറ്റമാണ്. കാരണം പുറമേക്ക് വ്രണങ്ങളൊന്നും കാണുന്നില്ല, ആ സ്ത്രീക്ക് വ്രണങ്ങളൊന്നും കാണുന്നില്ല. ആർത്തവ കാലമാണോ? ആർത്തവ കാലമല്ല, ആർത്തവ രക്തസ്രാവമില്ല. പിന്നെന്താണ്? അപ്പോൾ ദുരാത്മാവിൻ്റെ ഗന്ധമാണ്. അങ്ങനെയൊക്കെ. ഇറ്റ് ഈസ് സെറ്റ് ക്ലിനിക്കലി ദാറ്റ് ഹിസ് ഗ്രേറ്റ് ടോ ഈസ് ഇൻ കോൺട്രവേഴ്സി വിത്ത് ഹിസ് തമ്പ്. അയാളുടെ കാലിലെ തള്ളവിരല് കൈയുടെ തള്ളവിരലുമായിട്ട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിലെ തള്ളവിരലിൽ ഒരാൾ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഇച്ഛ ഒന്ന്, കൈവിരലിനെ തള്ളവിരലിനെ നിയന്ത്രിക്കുന്ന ഇച്ഛ വേറൊന്ന്. അയാളുടെ ആ ഒരു വില്ലിനെ വരെ ഈ രോഗാവസ്ഥ ബാധിച്ചു എന്നർത്ഥം. ഒരു അക്യൂട്ട് റെമഡിയാണ്, ഡീപ്പർ ആക്ടിങ് അല്ല. എന്നാൽ പോലും ആ ഒരു വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റ് അയാളുടെ വില്ലിനെ പോലെ രണ്ടായിട്ട് വെട്ടി മുറിച്ചിട്ടിരിക്കുകയാണ്. രണ്ട് തരത്തിലത് പ്രവർത്തിക്കുന്നു. അയാളുടെ സബ്സിക്വൻ്റായിട്ട് അയാളുടെ ബുദ്ധിയും മനസ്സുമൊക്കെ അങ്ങനെ ആകാം. അപ്പോൾ അയാളതിനെ ന്യായീകരിക്കുകയും ചെയ്യും. ഓർ വൺ ലെഗ് ഈസ് ടോക്കിംഗ് ടു അതർ ലെഗ്, ഒരു കാലം മറ്റൊരു കാലിനോട് സംസാരിക്കുന്നു. ഓർ വൺ പാർട്ട് ഈസ് ടോക്കിംഗ് ടു അനദർ പാർട്ട്. ഓർ ഹീ സ്കാറ്റേർഡ് അറൗണ്ട് ഓവർ ദ ബെഡ്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വ്യക്തി ശരീരവും മനസ്സും ചിന്തയും ബുദ്ധിയും ഇച്ഛയും എല്ലാമുള്ള ആ ഒരു വ്യക്തിയുടെ ശരീരം, അയാളുടെ ബുദ്ധി, അയാളുടെ മനസ്സ്, അയാളുടെ ഇച്ഛ എല്ലാം പല പല ശകലങ്ങളായി ആ രോഗശൈലി ഇങ്ങനെ ചിതറിക്കിടക്കുന്ന കാഴ്ച. എത്ര മനോഹരമായിട്ട് കെണ്ടതിനെ വിവരിക്കുന്നത് നോക്കുക. ഇനി ആ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന അവയവങ്ങളുടെ ഇതെന്താണ്? ഫംബിൾസ് ആൻഡ് യു ആസ്ക് ഹിം വാട്ട് ഈസ് ട്രൈങ് ടു ഡു, വൈ ഐ എം ട്രൈങ് ടു ഗെറ്റ് ദീസ് പീസസ് ടുഗദർ. അപ്പോൾ ഫംബിൾസ് എന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പിടിക്കാൻ, ഒരു ചൂല് കെട്ടഴിഞ്ഞു പോയി, ആ ചൂലിൽ ഈർക്കിലിനെല്ലാം ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നു, ഫംബ്ലിങ് അങ്ങനെ ശ്രമിക്കുന്നു. അപ്പോൾ അയാൾ എന്താണ് ഈ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വിചിത്രമായിട്ട് പെരുമാറുന്ന ആളാണ്. കാണുന്നവർക്ക് എന്താണെന്ന് അപ്പോൾ അയാൾ പറയുന്നതാണ്, അതെന്താ ഞാൻ ഈ അവയവങ്ങളെല്ലാം, ഈ ഭാഗങ്ങളെല്ലാം ഞാൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയല്ലേ, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? ഹി നെവർ സക്സീഡ്സ്. പക്ഷേ അയാളത് വിജയിക്കുന്നില്ല. ഉദാഹരണത്തിന്
ഒരു കെട്ടഴിഞ്ഞ ഒരു ചൂല് ആ കുട്ടിയുടെ കയ്യിൽ പിടിയിൽ ഒതുങ്ങുന്നില്ല, വലിയ ചൂലാണ്. അതിനെ ഒരുമിച്ച് പിടിച്ച് കെട്ടാൻ ശ്രമിക്കുകയാണ്. കുട്ടിയുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, അത് ചിതറി വീഴുന്നു. അപ്പോൾ ഇയാളുടെ അവസ്ഥ ഏതാണ്? അയാൾക്കൊണ്ട് സാധിക്കുന്നില്ല. ഇതെല്ലാം ചിതറിപ്പോയി അവസാനം കൈ വേറെ, കാല് വേറെ, തള്ളവിരൽ വേറെ, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥ എന്താണ്? ഹീസ് ഇൻ ഡെലിറിയം ഓഫ് കോഴ്സ്. ആ അവസ്ഥ ഡെലിറിയമാണ്. അയാളുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ആ വിഭ്രാന്തി, അത് ഡെലിറിയസ് കണ്ടീഷനാണത്. ദീസ് ആർ ഓൺലി എക്സാമ്പിൾസ്. ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. യു വിൽ ഗെറ്റ് എ ന്യൂ ഫേസ് എവറി ടൈം യു ഗെറ്റ് എ ബാപ്റ്റിഷ്യ കേസ്. ഈ കാല് കൈ ഒക്കെ പറഞ്ഞ പോലല്ല, ഓരോ തവണ നിങ്ങൾ ഓരോ ബാപ്റ്റിഷ്യ പേഷ്യൻ കാണുമ്പോഴും അയാളുടെ ഓരോരോ അവയവങ്ങളായിരിക്കും അയാൾ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ശരീരം മൊത്തത്തിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുക. അതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു വിവരണം. മോസ്റ്റ് ഓഫ് ദ ടൈം ഹീസ് അൺകോൺഷ്യസ് എക്സെപ്റ്റ് വെൻ അറൗസ്ഡ്. അപ്പോൾ അതാണ് ചിന്തിക്കേണ്ട കാര്യം. എപ്പോഴും അയാൾക്ക് ബോധമില്ലാതെ കിടക്കുകയാണ്. അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഒരു അക്യൂട്ട് കണ്ടീഷനാണ് സൈമോട്ടിക് കണ്ടീഷൻ. ഇപ്പോൾ ഒരു പകർച്ചവ്യാധി, രൂക്ഷമായ മാരകമായ പകർച്ചവ്യാധി, ഇപ്പോൾ പേരില്ലാത്ത അസുഖങ്ങളാകാം, അജ്ഞാത രോഗം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു രോഗാവസ്ഥയാകാം. ആ രോഗാവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ, ആള് ബോധം കെട്ട് കിടക്കുകയാണ്. ഉണരുമ്പോഴൊക്കെ ഇത്തരം ഡെലിറിയസ് കണ്ടീഷനാണ്, വിചിത്രമായ പെരുമാറ്റങ്ങളും സംസാരമാണ്. അയാളൊന്ന് ഉണർത്തിയില്ലെങ്കിൽ അയാൾ ബോധശൂന്യമായിട്ട് കിടക്കും. ഉണർത്തിയാൽ അയാളുടെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സംടൈംസ് മട്ടേഴ്സ്, ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അബോധാവസ്ഥയാണെങ്കിലും മന്ത്രിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. യു വിൽ സീ ഹിസ് ലിപ്സ് ഗോ ആൻഡ് യു റൗസ് ഹിം ടു സീ വാട്ട് ഹീസ് അബൌട്ട് ആൻഡ് ഹീ ഈസ് ട്രൈങ് ടു ഗെറ്റ് ദ പീസസ് ടുഗദർ. അപ്പോൾ അയാളുടെ ചുണ്ടുകൾ ചരിക്കുന്നത് കാണാം. അപ്പോൾ അയാളെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ അയാൾ എന്താ പറയുന്നത്? ഈ കഷ്ണങ്ങളെല്ലാം കൈയിനെയും കാലിനെയും കാലിലെ തള്ളവരിലെയും കയ്യിലെ തള്ളവരിനെയൊക്കെ എല്ലാം കൂട്ടിച്ചേർക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. കൊട്ടേഷനാണ്. കൺഫ്യൂസ് ആസ് ഇഫ് ഇൻടോക്സിക്കേറ്റ്, ലഹരി പിടിച്ച പോലെ ഉന്മാദാവസ്ഥയിൽ, മദ്യത്തിൻ്റെ ലഹരി അല്ലെങ്കിൽ മറ്റേ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച പോലെ അങ്ങനെ ഉണ്ടാകുന്ന കൺഫ്യൂസ്, ആശയക്കുഴപ്പം. ദർ ആർ സ്റ്റേജസ് വെൻ ഹീസ് നോട്ട് ക്വൈറ്റ് സോ സ്റ്റുപ്പിഡ് ആൻഡ് ഹീസ് സ്ലീപ്ലെസ് ആൻഡ് റെസ്റ്റ്ലെസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റുപ്പർ ഇല്ലാത്ത, ഒരു മൗഢ്യമില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ടാകും, ചില അവസ്ഥകളുണ്ടാകും. ആ അവസ്ഥകളിലോ അയാൾക്ക് ഉറക്കമില്ല, സ്വസ്ഥതയില്ല. അപ്പോൾ മൊത്തത്തിൽ ആ രോഗിയുടെ അവസ്ഥ വളരെ മോശം. അയാൾ മരിക്കാൻ ഹി വുഡ് ഡൈ. അതാണ് അയാളുടെ അവസ്ഥ. ദാറ്റ് ഈസ് ദ എക്സെപ്ഷൻ. അപ്പോൾ ഈ റെസ്റ്റ്ലെസ്നെസ്സും സ്ലീപ്ലെസ്നെസ്സും, ഉറക്കമില്ലാതെ അസ്വസ്ഥമായിട്ട് കിടക്കുക എന്ന് പറയുന്നൊരു ഒരു എക്സെപ്ഷനാണ്. അതെപ്പോഴും ഇല്ല. പൊതുവെ അയാൾ സ്റ്റുപ്പറിൽ മയങ്ങി ബോധമില്ലാതെ കിടക്കുകയാണ്. ബോധമില്ലാതെ കിടത്തുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിച്ചും പേരൊക്കെ പറയുന്നുണ്ടാകാം, അത്രേ ഉള്ളൂ. മോസ്റ്റ് ജനറലി യു വിൽ ഫൈൻഡ് ഹിം ലൈങ് അപ്പോൺ വൺ സൈഡ് കേൾഡ് അപ്പ് ലൈക്ക് എ ഡോഗ്. ഈ കിടപ്പ് എങ്ങനെയാണ്? മിക്കവാറും ഒരു വശം ചരിഞ്ഞ് ഒരു നായയെ പോലെ, ഒരു പട്ടിയെ പോലെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. വളരെ ശോചനീയമായൊരവസ്ഥ. ഒരാളെ പട്ടിയെ പോലെ എന്ന് പറയുന്നത് വെച്ചാൽ അയാളുടെ അവസ്ഥ എത്രയോ ശോചനീയമാണ്. അയാളൊക്കെ സുഖപ്പെടുത്താൻ ഹോമിയോപ്പതിക്ക് സാധിക്കും. ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ ഉയർത്താനും കൂടി ഹോമിയോപ്പതിക്ക് സാധിക്കും എന്ന് വേണം നമ്മളിതിനെ വായിച്ചെടുക്കാൻ. പട്ടിയെപ്പോലെ എന്ന് പറയുന്നൊരവസ്ഥ ഒരാൾ മനുഷ്യനെ പോലെ ആയി മാറും. ഹോമിയോപ്പതിക്ക് സാധിക്കുന്ന അതിൻ്റെതായൊരു മഹത്വമാണത്. ശരിയായ രീതിയിൽ നമ്മൾ അറിഞ്ഞ് പ്രയോഗിച്ചാൽ സംഭവിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. ആൻഡ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ബി ഡിസ്റ്റർബ്ഡ്. അയാളെ ശല്യപ്പെടുത്താൻ അയാൾക്ക് ഇഷ്ടമൊന്നുമില്ല. അഗെയിൻ വെൻ ദ സ്റ്റുപ്പർ ഈസ് നോട്ട് സോ ഗ്രേറ്റ് ഹീസ് റെസ്റ്റ്ലെസ് ആൻഡ് ടേൺസ് ആൻഡ് ടോസസ്. അപ്പോൾ ഈ സ്റ്റുപ്പർ അല്ലെങ്കിൽ ഈ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് വേറെ പറയുന്നത് അയാൾ തിരികെയും മറിയുകയും ചെയ്യുന്നു, കിടന്ന് ചാടുന്നു ഒക്കെ ചെയ്യുന്നു. ഇൻ ദാറ്റ് കേസ് ഹി കനോട്ട് സ്ലീപ്പ്. ഉറക്കമില്ല. ബിക്കോസ് ഹി കനോട്ട് ഗെറ്റ് ദ പീസസ് ടുഗദർ. കാരണം എന്താ? ഇയാൾക്ക് ഈ കൈയിനെയും കാലിനെയും ഒക്കെ കൂട്ടിച്ചേർത്ത് പിടിക്കാനുള്ള അസ്വസ്ഥത കാണിക്കുന്നത്. അപ്പോൾ അത് സാധിക്കാത്തതുകൊണ്ട് അയാൾക്ക് ഉറക്കമില്ല. ഹി ഫീൽസ് ഇഫ് ഹി കുഡ് വൺസ് ഗെറ്റ് മാറ്റേഴ്സ് ടുഗദർ ഹി കുഡ് ഗോട്ട്സ് ടു സ്ലീപ്പ്. അയാൾ വിചാരിക്കും ഇതെല്ലാത്തിനും കൂടി ഒന്ന് ചേർത്ത് അവരുടെ ശരീരത്തിലേക്ക് ഒറ്റ ശരീരമാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് പറയുകയും ചെയ്യും. അതാണ് അവസ്ഥ. ആൻഡ് ദീസ് പാർട്സ് ദാറ്റ് ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ കീപ് ഹിം അവേക്ക്. പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവയവങ്ങളാണ് ഇയാൾ ഉറക്കമില്ലാതാക്കുന്നത്. ഇയാൾക്ക് ഈ അസ്വസ്ഥതയും വിഭ്രാന്തിയും ഈ ഡെലിറിയസ് കണ്ടീഷൻ അയാൾ ഉണ്ടാക്കുന്നതാണ്. ഹിസ് മൈൻഡ് വാണ്ടേഴ്സ്. മനസ്സിങ്ങനെ അലഞ്ഞു നടക്കുന്നു. as soon as his eyes are closed, കണ്ണടച്ചാൽ അയാൾ രോഗി പറയും, ഞാൻ കണ്ണടച്ചാൽ എൻ്റെ മനസ്സിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഡൾനെസ് എസ്പെഷ്യലി അറ്റ് നൈറ്റ്. രാത്രിയിലായൊരു മൗഢ്യം. ഇൻഡിസ്പോസിഷൻ ടു തിങ്ക്. ചിന്തിക്കാനുള്ളൊരു പ്രാപ്തിയില്ല, ചിന്തിക്കാൻ തോന്നുന്നില്ല. മൈൻഡ് സീംസ് വീക്ക്. കാരണം മനസ്സ്
ക്ഷീണിതമാണ്. There you find the whole picture of the mental aspect in all complaints, in all acute diseases, but they all come in a hurry. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ രോഗാവസ്ഥയുടെ മാനസിക ലക്ഷണങ്ങളുടെ ചിത്രം നിങ്ങൾക്ക് കിട്ടും, എല്ലാ അക്യൂട്ട് കണ്ടീഷനും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതെല്ലാം വരുന്നത് പെട്ടെന്ന് ഹറീഡായിട്ടാണ് ഈ മാനസിക ലക്ഷണങ്ങൾ വരുന്നത്. ഒരു സ്ലോ പേസ് അല്ല, ആ റാപ്പിഡ് പേസ് ഇയാളുടെ മാനസിക ലക്ഷണങ്ങളുടെ വരവിലും കാണാൻ സാധിക്കും. ദേ ആർ സൈമോട്ടിക് ഇൻ എ ലോ ഫോം സച്ച് ആസ് സ്കാർലറ്റ് ഫീവർ, സച്ച് ആസ് മാലിഗ്നന്റ് ഡിസീസസ്. അപ്പോൾ സൈമോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ ഈ പകർച്ചവ്യാധികൾ, ഈ വിഷപ്പനി എന്നൊക്കെ പറയുന്ന മാരകാവസ്ഥ ലോ ഫോം, വളരെ മോശമായ അവസ്ഥയിലുള്ളത്, ഈ ചെമ്പനിയുടെയൊക്കെ മോശമായ അവസ്ഥയിലാണ് ഇത് കാണുന്നത്. മാലിഗ്നന്റ് ഡിസീസസ്, ദുർഗന്ധമൊക്കെ ഈ മാലിഗ്നന്റ് ഡിസീസിനോട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. ആൻഡ് യെറ്റ് ഇറ്റ് ടേക്സ് ഓൺ എ കണ്ടിന്യൂ ടൈപ്പ് ഓഫ് ഫീവർ. എന്നിരുന്നാലും ഇത് സുസ്ഥിരമായൊരു പനിയുടെ ഒരു സ്വഭാവം കാണിക്കും. പനി ഇങ്ങനെ മുട്ടമാറാതെ സുസ്ഥിരമായിട്ട് നിൽക്കും. ദിസ് പേഷ്യൻസ് വിൽ ഡൈ ഇൻ ഫ്രം 10 to 12 days ഇഫ് ലെറ്റ് അലോൺ. ചികിത്സ കൊടുത്തില്ലെങ്കിൽ 10-12 ദിവസത്തിനകം ഇത്തരം രോഗികൾ മരിച്ചു പോകും. Whereas ordinary typhoid will run for weeks and sometimes die at the close of 4 weeks in a crisis. സാധാരണ ജ്വരപ്പനി ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ ആഴ്ചകളോളം അതിങ്ങനെ നിൽക്കും, 1-1.5 മാസം നിൽക്കും. എന്നിട്ട് ഒരു മാസമോ കഴിയുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായി ആൾ മരിച്ചു പോകും. ഇവിടെ അങ്ങനെയല്ല, ഒരു ഡസൻ ദിവസങ്ങൾ മതി, 10-12 ദിവസം മതി ആളുടെ കാര്യം. അതാണ് അതിൻ്റെ റാപ്പിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ റാപ്പിഡിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കാലയളവ്, ആ ഫേസ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ദ ബ്ലീഡിങ്സ് ആർ ബ്ലാക്ക് ആൻഡ് ഒഫൻസീവ്. രക്തവാർച്ച ഉണ്ടാവും, അത് കറുത്ത നിറത്തിലാണ്, ദുർഗന്ധമുണ്ട്. ദ പ്യൂരിഡിറ്റി ഈസ് മാർക്ഡ്. ആ ദുർഗന്ധം എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇൻ ദ മൗത്ത് ദ മ്യൂക്കസ് ഫ്രം ദ ത്രോട്ട് ആൻഡ് നോസ് ഇസ് ബ്ലഡി ആൻഡ് പ്യൂരിഷ്. വായു നോക്കുമ്പോൾ തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ രക്തം വാർന്നിട്ട് അതിന് ദുർഗന്ധമുണ്ട്, നാറ്റമുണ്ട്. ഇറ്റ് ഹാസ് എ ഡയറിയ. ഈ രോഗിക്കൊരു വയറിളക്കത്തെ കുറിച്ച് പറയുന്നുണ്ട്. തിൻ ഫീക്കൽ വാട്ടറി യെല്ലോ, നേർത്തത് അല്ലെങ്കിൽ ചെറിയ കട്ടിയായിട്ട് വരാം, ഓരോ കഷ്ണമായിട്ട് വരാം, പച്ചവെള്ളം പോലെ വരാം, മഞ്ഞ നിറത്തിൽ വരാം. ഇറ്റ് ഹാസ് എ ടിപ്പിക്കൽ ടൈഫോയിഡ് ഡിസ്ചാർജ്. ദ മോസ്റ്റ് ടിപ്പിക്കൽ ടൈഫോയിഡ് സ്റ്റൂൾ ഈസ് ലൈക്ക് യെല്ലോ കോൺമീൽ മഷ്. അതായത് കുഴഞ്ഞ് നമ്മൾ ധാന്യമാവ് കുഴച്ച പോലെ, ചോളമാവെന്ന് പറയുന്നത് അത് അമേരിക്കയിലെ സൈഡിൽ, നമ്മൾ ഗോതമ്പ് മാവ്, അത് നിറത്തിൽ ചെറിയ നേരിയ വ്യത്യാസങ്ങളുള്ളൂ. ഇത് കുറച്ച് മഞ്ഞപ്പോരും നമ്മളാണെങ്കിൽ അത്ര മഞ്ഞപ്പുണ്ടാവില്ല. കമ്മിങ് ഓൺ മെനി ടൈംസ് എ ഡേ, ഒരു ദിവസം പലതവണ ഇത്തരം ഈ കുഴഞ്ഞ മാവ് പോലെ വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ടൈഫോയിഡിന്റെ മലത്തിന്റെ വരവ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ബാക്ടീരിയയിൽ എങ്ങനെയാണ്? സോഫ്റ്റ് പാപ്പി, ജസ്റ്റ് അബവ് ദ കോൺസിസ്റ്റൻസി ഓഫ് സോഫ്റ്റ് മഷ്. അതായത് മൃദുവാണ്, ഇങ്ങനെ പശ പോലെ, കുഴമ്പ് പോലെയാണ്, ഒരു പച്ചവെള്ളം പോലെയല്ല, ഒഴുകിപ്പോവില്ല, കട്ടി ആ രൂപത്തിൽ കിടക്കും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ, മലത്തിൻ്റെ അവസ്ഥ. ദിസ് റെമഡി ഹാസ് ദാറ്റ് സ്റ്റൂൾ. ഈ ഔഷധത്തിന് അങ്ങനത്തെ ഒരു സ്റ്റൂൾ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ കോമണസ്റ്റ് ഫോം. അതല്ല ഏറ്റവും സാധാരണ അവസ്ഥ. പക്ഷെ അതല്ല. എന്താണ് സാധാരണമായ മലത്തിൻ്റെ അവസ്ഥ? എന്താണ്? ബട്ട് ദ ബ്ലാക്ക്, ദ ബ്രൗൺ ആൻഡ് ഡാർക്ക്, കറുത്തത്, തവിട്ട് നിറമുള്ളത്, ഇരുണ്ട നിറമുള്ളത്, അതാണ് ഏറ്റവും സാധാരണമായ രീതിയിൽ ബാക്ടീരിയ പേഷ്യൻ്റ് ടൈഫോയിഡ് കണ്ടീഷനിൽ മലത്തിൻ്റെ അവസ്ഥ. പക്ഷെ അല്ലാതെയും വരാം. പക്ഷെ ഇത് രണ്ടാണെങ്കിലും സാധാരണ ടൈഫോയിഡിൽ കാണുന്ന ആ ഒരു മലത്തിൻ്റെ ആ ഒരു കുഴഞ്ഞ മാവ് പോലെയോ വെള്ളം പോലെയൊക്കെ ഉള്ളൊരു അവസ്ഥ അല്ല എന്നതാണ് ഇതിലെ വ്യത്യാസം. In treating a good many cases of typhoid, it was my fortune to observe a large number of bacteria cases. അപ്പോൾ ധാരാളം ടൈഫോയിഡ് കേസ് ചികിത്സിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കെന്റ് പറയുകയാണ്, നിരവധി ബാക്ടീരിയ കേസ് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടിയ അനുഭവമാണ് ഈ പ്രസംഗത്തിലൂടെ, ഈ ക്ലാസ്സിലൂടെ കെന്റ് പകർന്നു കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചുളിവിൽ നമുക്ക് കിട്ടുകയാണ് ഈ ഒരു പുസ്തകത്തിൽ നിന്ന്. വിച്ച് ദ റെമഡി ക്യൂർഡ് പ്രോംപ്റ്റ്ലി. ആ ബാക്ടീരിയ വെറുതെ കേസല്ല, അത് വളരെ ഭംഗിയായിട്ട് സുഖപ്പെടുത്തുകയും ചെയ്തു. ദ സ്റ്റൂൾ വേർ ദ ബാക്ടീരിയ ഡിഡ് ദ മോസ്റ്റ് സർവീസ് വാസ് ലൈക്ക് ഗ്രൗണ്ട് അപ്പ് സ്ലേറ്റ് കളേർഡ് ബ്രൗണിഷ്. അപ്പൊ ഇനി മറ്റൊരു തരത്തിലുള്ള സ്റ്റൂളിനെ കൂടി ബാക്ടീരിയ ഏറ്റവും മനോഹരമായി സുഖപ്പെടുത്തിയ ടൈഫോയിഡ് കേസിന്റെ സ്റ്റൂളിനെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ്? ഗ്രൗണ്ട് അപ്പ് സ്ലേറ്റ് അറിയാമല്ലോ,
ഒരുതരം പാറയാണത്, സ്ലേറ്റ് പാറ. ആ പാറ അരച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ചാരനിറത്തിലുള്ള അരപ്പ് അരച്ച് കിട്ടുന്ന കുഴമ്പ് അങ്ങനെ ഇരിക്കും. സ്ലേറ്റ് അരച്ച പോലെ, സ്ലേറ്റ് കളേർഡ് ബ്രൗണിഷ് ആകാം. അതാണ് അത്തരം അവസ്ഥയിലാണ് ഏറ്റവും ഭംഗിയായ രീതിയിൽ സൗഖ്യം തരുന്നത്. ദ ഓർഡർ വാസ് പെൻട്രേറ്റിംഗ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ നാറ്റം അത് തുളച്ചു കയറുന്ന നാറ്റമാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ ഹാവ് സീൻ ദിസ് മെഡിസിൻ ക്യൂർ ദാറ്റ് കൈൻഡ് ഓഫ് ഡയറിയ വെൻ ഇറ്റ് വാസ് സ്ലേറ്റ് കളേർഡ് ഈവൻ തിൻ ആസ് വാട്ടർ. വെച്ചവെള്ളം പോലെ ആകാം. ഇഫ് ഇറ്റ് വാസ് ഹൊറിബിളി പ്യൂരിഡ് ഇറ്റ്സ് ലൈക്ക് ഡിക്കമ്പോസ്ഡ് മീറ്റ്. ചീഞ്ഞ മാംസം പോലെ ഭയാനകമാംവിധം നാറ്റമുണ്ടെങ്കിൽ, ഈ വെള്ളം പോലുള്ള മലമാണെങ്കിലും അത് സുഖപ്പെടും. അപ്പം നാറ്റം എന്നുള്ളതാണ് ഡിക്കമ്പോസ്ഡ് മീറ്റ്. അങ്ങനത്തെ ഒരു ദുർഗന്ധ സ്റ്റെഞ്ച്, പഞ്ചൻസ് ഓർഡർ, അതാണ് കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം അറിയിക്കുന്ന ലക്ഷണം. മലത്തിന് പലതരത്തിൽ വരാമെന്ന് എന്ന് പറയുന്നുണ്ട്. പലതരത്തിൽ വരാം. ഏറ്റവും കോമൺ സ്ലേറ്റ് മാതിരിയാണ്. മറ്റേതുപോലെ വെള്ളമായിട്ട് വരാം, ബ്രൗൺ കളർ വരാം, പലതും വരാം. പക്ഷേ എങ്കിലും സാധാരണ ടൈഫോയിഡിൻ്റെ സ്റ്റൂള് പോലെ അല്ല വരുന്നത്. ലൈക്ക് ദ കെഡേവർ അറ്റൻഡഡ് വിത്ത് ഗ്രേറ്റ് പ്രൊസ്ട്രേഷൻ. ഒരു ശവം പോലെ കിടക്കുന്നു, വല്ലാതെ തളർന്നു കിടക്കുന്നു. ഐ ഹാവ് സീൻ ഇറ്റ് ക്യൂർ ദാറ്റ് ഡയറിയ വെൻ ദർ ആർ നൺ ഓഫ് ദ എലമെന്റ്സ് ഓഫ് ടൈഫോയിഡ് ഫീവർ പ്രസന്റ്. ഉണ്ടോ? ടൈഫോയിഡ് ഫീവറിന്റെ ഒരു സ്വഭാവം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത്തരം ഡയറി, ഇത്തരം വയറിളക്കത്തെ, ഇത്തരം ദുർഗന്ധമുള്ള, ആകെ തളർന്നു കിടക്കുന്ന, ഹൊറിബിളി പ്യൂരിഡ് ആയിട്ടുള്ള ദുർഗന്ധമുള്ള അവസ്ഥയിൽ ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വായിച്ചപ്പോൾ ഞാനിത് തുടക്കകാലത്ത് ഈ പുസ്തകം എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെ റെഫറൻസ് സെക്ഷനിലേ ഉള്ളൂ, എടുക്കാൻ പറ്റില്ല. അവിടെ പോയിരുന്ന് ആദ്യം ബെൽഡോണയെ വായിച്ചത്, പിന്നീട് ആ ബി ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ബാപ്റ്റീഷ്യ, ആ പേരിനൊരു കൗതുകത്തിൽ ഞാൻ വായിച്ചപ്പോഴൊക്കെ ഞാൻ ഈ വാചകം വായിച്ച് അത്യധികമായ ആനന്ദം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഫിസിക്സ് വിദ്യാർത്ഥിയാണ്, 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ബയോളജി പഠിച്ചിട്ടില്ല, ജീവശാസ്ത്രം പഠിച്ചില്ല. അപ്പോൾ ഈ എലമെന്റ്സ് ഓഫ് ടൈഫോയിഡ് ഫീവർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ടൈഫോയിഡ് വന്നിട്ടുണ്ട്. ടൈഫോയിഡിൻ്റെ എൻ്റെ അനുഭവം, അത് എനിക്ക് ഡയറിയ ഇല്ലായിരുന്നു, കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു വാസ്തവത്തിൽ. അപ്പോൾ ആ ടൈഫോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, എലമെന്റ്സ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ അറിയാത്ത ഒരാൾക്ക് പോലും എനിക്ക് കിട്ടിയ വലിയ ആത്മവിശ്വാസം കിട്ടിയ വരികളൊന്നായിരുന്നു അത്. അപ്പോൾ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഇത്തരം ലക്ഷണങ്ങൾ, ഒരു ഔഷധത്തിൽ ഉണ്ടായ ലക്ഷണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് രോഗിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി കൊടുക്കാൻ സാധിക്കും. ഐ ഹാവ് സീൻ ഇറ്റ് ക്യൂർ ദ ഡയറിയ when there were none of the elements of typhoid fever present. ഞാൻ പലതവണ വലിയ ആനന്ദത്തോടെ വായിച്ച ഒരു വാചകമാണത്. ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ, ലക്ഷണങ്ങളെ വിലയിരുത്തുന്നതിൽ ഹോമിയോപ്പതി ചികിത്സയ്ക്കുള്ള പ്രാമാണ്യം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രമാണം എന്ന് പറയുന്നതാണ് അതിൻ്റെ ലക്ഷണങ്ങളെ ശരിക്കും വിലയിരുത്തുക. കെന്റിൻ്റെ ലെസർ റൈറ്റിങ്സിൽ ഒരിടത്ത് പറയുന്നുണ്ട്, 2 തരം പ്രിസ്ക്രിപ്ഷൻ, സാധാരണ പ്രിസ്ക്രിപ്ഷൻ, പിന്നെ ഒന്ന് ആർട്ടിസ്റ്റിക് പ്രിസ്ക്രിപ്ഷൻ. ഈ ആർട്ടിസ്റ്റിക് പ്രിസ്ക്രിപ്ഷനിൽ കെന്റ് പറയുന്നുണ്ട്, ലെറ്റ് ജഡ്ജ്മെന്റ് ബി ഡൺ ഓൺ സിംറ്റംസ്. ലക്ഷണങ്ങളെ നിങ്ങൾ വിധി കൽപ്പിക്കുക, ലക്ഷണങ്ങളെ വിലയിരുത്തുക. അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിധി പറയണമെങ്കിൽ, വിലയിരുത്തണമെങ്കിൽ അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം, വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ബുദ്ധിയെ അവിടെ നിങ്ങൾ ശരിക്കും ചെലുത്തിയാലേ നിങ്ങൾക്ക് വിധി പറയാൻ പറ്റുള്ളൂ. വിധി പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ കലാപരമായ ഒരു പ്രിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങളെ നയിക്കും, കലാപരമായ പ്രശ്നം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് കേസും തലമുറകളുടെ ചരിത്രവും ഒക്കെ എടുക്കേണ്ടി ഒരുപക്ഷെ വരില്ല, പൂർണ്ണമായിട്ടും വരില്ലെന്നല്ല, അത്രയ്ക്ക് മെറ്റിക്കുലസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഇല്ലാതെ ഒരു കലാപരമായിട്ട്, ഇറ്റ്സ് എ ഹീലിംഗ് ആർട്ട്, ഹോമിയോപ്പതിക് ഹീലിംഗ് ആർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റിക്കായിട്ട് നിങ്ങൾക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റും, ആർട്ടിസ്റ്റിക്കായിട്ട്. അതിന് കെന്റ് പറയുന്ന മന്ത്രം ഇതാണ്, ജഡ്ജ് ദ സിംറ്റംസ്, ലെറ്റ് ജഡ്ജ്മെന്റ് ബി ഡൺ ഓൺ സിംറ്റംസ്. ലക്ഷണങ്ങൾ മേൽ വിധി കൽപ്പിക്കുക. ഇവിടെ അങ്ങനെ ഈ ലക്ഷണങ്ങളെ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രോഗത്തിൻ്റെ പേരൊന്നും ഒരു വിഷയമല്ല, അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഈ എക്സോഷൻ, ആളാകെ തളർന്നു കിടക്കുന്നു, എക്സോഷൻ കംസ് റാപ്പിഡ്ലി. ഈ തളർച്ച, ആകെ തളർന്നടിഞ്ഞുപോയ അവസ്ഥ
വളരെ വേഗത്തിൽ വരുന്നു. ഇൻ 3 days ഹി ഹാസ് എ ഡെത്ത്ലി സിങ്കിങ് കമ്മിങ് ഓവർ. 3 ദിവസം കൊണ്ട് അയാൾ മരണത്തിൻ്റെ കയത്തിലേക്ക് മുങ്ങിപ്പോകും. 3 ദിവസം. അപ്പോൾ കെൻഡിയുടെ പറഞ്ഞ ദിവസങ്ങളും ആ സമയക്കണക്കുകൾ ഓർത്തേക്കുക. ബാപ്റ്റിസ്റ്റ് റാപ്പിഡിറ്റിയെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ കെൻഡി വിശദീകരിക്കുന്നുണ്ട്. ആ സമയക്രമം, ആ രോഗത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കുക. എത്ര മനോഹരമായിട്ട് സുഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിനുള്ള പ്രാപ്തി നിങ്ങൾ ആർജിക്കണം, ശരിയായ രീതിയിൽ പഠിക്കണം. ഇതേപോലുള്ള പുസ്തകങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കണം. അതിലൂടെ നിങ്ങൾക്ക് മഹത്തായ രോഗശാന്തികൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ പരമ്പര നിങ്ങളതിൽ പ്രാപ്തരാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുടർന്നുള്ള ഇതേപോലെ മനോഹരമായ കാര്യങ്ങൾക്ക് എൻ്റെ തുടർന്നും പറയുന്നുണ്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.